അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഇപ്പം ഭാരതീയ ജനതാ പാർട്ടി പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി BJP ആണ് ഏറ്റവും വലിയ വർഗീയ പാർട്ടി എന്നാണല്ലോ ആക്ഷേപം. അത് സുരേഷ് ബാബു വക്കീലിൻ്റെ പാർട്ടിയാണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും എല്ലാം അങ്ങനെയാണല്ലേ പറയുന്നത്. മുസ്ലിം ലീഗും അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പേരിൽ തന്നെ മുസ്ലിം എന്നുണ്ട്. അതെങ്ങനെയാണ് വർഗീയ പാർട്ടി അല്ലാതാവുന്നത്? നിങ്ങളും സപ്പോർട്ട് ചെയ്യുകയാണ്, നിങ്ങളും മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ് എന്ന് ആവർത്തിച്ചുറപ്പിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് ഒരു നിഗമനം ഞങ്ങളുടെ പാർട്ടിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്കോ ഉണ്ടതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏറ്റെടുക്കുന്നത് വർഗീയ പാർട്ടിയാണ് അങ്ങനെ ഒരു അങ്ങനെ ഇല്ല അല്ല അതുണ്ട് അതെ അല്ല വർഗീയ പാർട്ടിയാണ് എന്നല്ല ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ട പ്രഖ്യാപിക്കുകയും ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഞങ്ങളുടെ നിലപാട്. അത് വർഗീയ പാർട്ടിയാണ് എന്നൊരിക്കലും ഒരിടത്തും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആളുകളോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ, ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഇപ്പോൾ ഒന്നും ഇല്ല, പക്ഷെ അവർ പോലും അതൊരു വർഗീയ പാർട്ടിയാണ് എന്ന വ്യാഖ്യാനം നടത്താതെ ഭൂരിപക്ഷ തീവ്രവാദത്തെയും ന്യൂനപക്ഷ തീവ്രവാദത്തെയും ഞങ്ങൾ ഒരേപോലെ എതിർക്കുന്നല്ലേ പറയുന്നത്. അപ്പോൾ ഈ ഭൂരിപക്ഷ തീവ്രവാദം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അതെ, അല്ല, ഭൂരിപക്ഷ തീവ്രവാദം എന്ന് പറയുന്നത് കൊണ്ട് എന്തിനാണ് അനിൽ നമ്പ്യാർ അത് BJP ആണെന്ന് വ്യാഖ്യാനിക്കുന്നത്? പിന്നെ ആരാ? അതിനകത്ത് വേറെ ധാരാളം ഭൂരിപക്ഷ വർഗീയതയുടെ പ്രതികരണങ്ങളുണ്ട്. ഞാൻ അങ്ങനെ ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് നമ്മളൊരു ക്രിമിനൽ കോടതിയിലെ കയറി സാക്ഷിയെ വിസ്തരിക്കുന്നത് പോലെ അങ്ങനെ ട്രാപ്പ് ചെയ്യാനൊന്നും ശ്രമിക്കണ്ട. എന്നിൽ നിന്ന് അത് വീണ് കിട്ടില്ല. അങ്ങനെയൊക്കെ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ BJP എന്ന് പറയുന്നത് ഒരു വർഗീയ പാർട്ടിയാണെന്ന നാമകരണം ഞങ്ങൾ ആ പാർട്ടിക്ക് കൊടുത്തിട്ടില്ല. പക്ഷേ ആ പാർട്ടി ഭൂരിപക്ഷ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കുകയും അതിൽ വിജയിച്ച് അധികാരത്തിലെത്തുകയും ചെയ്യുന്നു എന്ന പച്ചയായ സാമൂഹ്യ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടുള്ള നിലപാട്. ഓക്കെ.